Ladies and gentlemen, Malayalees, welcome back to yet another video. ഞാൻ ദൃശ്യം 3യുടെ ഒഫീഷ്യൽ ട്രയൽ റെക്കമെൻഡേഷൻ ഫീഡിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. 3 hours ago 1.2 million വ്യൂസ്. വാഴ 2ൻ്റെ പാർട്ട് 1 റിയാക്ഷൻ ചെയ്തിട്ട് അതിൻ്റെ ഹാങ് ഓവറിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ റെക്കമെൻഡേഷൻ ഫീഡിൽ ഈ സാധനം കണ്ടത്. വാഴ 2ൻ്റെ റിയാക്ഷൻ അറ്റ് ദ പോയിന്റ് ഓഫ് റെക്കോർഡിംഗ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഓൾറെഡി ചാനലിൽ കാണാം. കാരണം ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ വാഴ 1 റിയാക്ഷൻ അപ്ലോഡ് ചെയ്യും. പാർട്ട് 2 ഇനി റിയാക്ട് ചെയ്യാനുണ്ട്. അതിൻ്റെ ഹാങ് ഓവർ അതിൻ്റെ തോട്ട്സിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ദൃശ്യം 3യുടെ വന്നത്. സോ നമുക്ക് ദൃശ്യം 3 ട്രെയിലർ റിയാക്ട് ചെയ്യാം. ടീസറിൽ ബേസിക്കലി അധികം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സ്റ്റോറിയെ പറ്റി ഒരു ക്ലൂവും തന്നിട്ടില്ല. അതുതന്നെയാണ് നല്ലത്. കാരണം ദൃശ്യം 1ലും 2ലും മെയിനായിട്ടുണ്ടായിരുന്ന വരുൺ പ്രഭാകറിൻ്റെ ഡെത്തും അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലോട്ട് ഹോൾസും പ്ലോട്ടിൽ പോസിബിളായിട്ടുള്ള ഇൻസിഡൻസിൻ്റെ എക്സ്റ്റെൻറ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തതാണ് ഓൾറെഡി. അപ്പം ആൾക്കാർക്ക് ജെന്യുവൻലി ഉണ്ടാകുന്ന ഡൗട്ട് ദൃശ്യം 3യിൽ അവരിനി എന്ത് ചെയ്യും, ചാരമായ വരുൺ പ്രഭാകരൻ ഇനി അവരെങ്ങനെ വീണ്ടും കഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരും, എങ്ങനെ ഇതിൽ ആ സസ്പെൻസും മിസ്റ്ററി എലമെൻറ്റും ദൃശ്യം 1ലും 2ലും ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ സ്റ്റോറി ലൈൻ റിപ്പീറ്റഡ് ആയ സ്റ്റോറി ലൈൻ എങ്ങനെ വീണ്ടും കാണിക്കുമെന്നുള്ളൊരു കാര്യം. അതിലെന്തെങ്കിലും തുമ്പ് നമുക്ക് ഈ ട്രെയിലർ കിട്ടുമെന്ന് അറിയില്ല. പക്ഷെ അത് കൊടുക്കാതിരിക്കാം അവർ. കാരണം പ്ലോട്ട് എന്താണെന്ന് ഓഡിയൻസിന് കൊടുക്കാതെ സിനിമ റിലീസാവുന്ന വരെ May 21 റിലീസാവുകയാണെങ്കിൽ അതുവരെ വച്ചേക്കാനും ശ്രമിക്കുന്ന ഒരു നല്ല ഐഡിയ ആണ് ഓണസ്റ്റ്ലി. സോ ദാറ്റ് മേക്ക് സെൻസ്. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ ഹോപ്പ് എന്ന് വെച്ചാൽ എനിക്ക് ആഗ്രഹമുള്ള കാര്യം അവർ ദൃശ്യം 1ഉം 2ഉം ചെയ്തതിൻ്റെ അത് കളയരുത്. അതിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ 3 ചെയ്യണം. അതാണ് എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള കാര്യം. ഹോപ്പ്ഫുള്ളി ദേ വിൽ ഡു ദാറ്റ്. പിന്നെ നമുക്ക് OG മോഹൻലാലിനെ ദൃശ്യം 1ലാണ് കാണാൻ കിട്ടിയത്. 2ൽ നമുക്ക് ആ ഒരു മോഹൻലാലിൻ്റെ OG എലമെൻറ്റ് കിട്ടിയില്ല. അത് ഇതിലും കാണാൻ കിട്ടിയ കൊള്ളാമെന്നുണ്ട്. വിതൗട്ട് ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. നിങ്ങൾ എല്ലാവരും ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. എന്താണ് പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാം. ഇത്രയും നാളായില്ലേ, ഇനി എന്തിനാ? ഇയാളാളൊരു കില്ലാടിയാ. ചുമ്മാതാണോ പോലീസുകാർ പോലും ചൊല്ലു പറഞ്ഞത്? ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത്, പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഇയാള്, എന്തിനാണ്? പോലീസിന്റെ രീതികൾ മുൻകൂട്ടി കണ്ട് കളിക്കുന്ന ഒരാളാണല്ലോ അയാൾ. അപ്പോ പോലീസുകാരും അയാളുടെ ഒരു ഫാനാണ്. പിന്നെ ആ ജോർജ് കുട്ടി ആളൊരു കുറുക്കനാണ്. What a costume. എന്താ? What was that? മോള് കിടന്ന് ഉറങ്ങിയല്ലേ? ആരാണ്? ഈ ആക്സിഡന്റ് കാര്യം എന്താ അവരോട് പറയാൻ പറ്റാത്തെ? അവരെ രക്ഷിക്കാനാണെങ്കിലും ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ അച്ഛനൊരു ക്രിമിനലാണ് എന്നൊരു തോന്നലുണ്ടായാൽ. നിങ്ങൾക്ക് വേണ്ടിയല്ലേ അച്ഛൻ ക്രിമിനലായത്? ഏയ്, അവരങ്ങനെയൊന്നും ചിന്തിക്കില്ല. ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. ചിന്തിക്കും. ആ മോള് ചിന്തിക്കും. സർ, ഇപ്പോഴല്ലേ നമ്മുടെ പ്രസക്തി. മീഡിയ ഇൻവെസ്റ്റിഗേഷനിലൂടെ ജീവൻ വെച്ച് തെളിയിക്കപ്പെട്ട എന്തോരം കേസുകളുണ്ട് സർ. അവരാരാണെന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും സൂചന തരാൻ പറ്റുമോ? I want his full file on my desk as soon as possible. അല്ല, വിട്ടില്ലേ? അതിലെന്തോ ഉണ്ടല്ലോ ആ എക്സ്പ്രഷൻ. ഷിറ്റ്, പണിയായ. ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? നൈസ്, കഴിഞ്ഞോ? നല്ല ട്രെയിലർ, കൊള്ളാം. ഞാൻ ട്രെയിലറിന് മുമ്പേ പറഞ്ഞ അതേ ഡയലോഗ് 1ഉം 2വിനെയും കുളമാക്കാതെ തന്നെ 3 അവർ സിനിമ ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അതിന് റെസ്പെക്ട് ചെയ്യുന്ന ഒരു ട്രെയിലറായിരുന്നു ഇത്. സോ ഐ ആം വെരി ഹാപ്പി വിത്ത് ദാറ്റ്. പ്ലോട്ട് എന്താണെന്ന് അറിയത്തില്ല, പക്ഷേ ഇങ്ങനൊരു സംഭവം കഴിയുമ്പോൾ എന്തായാലും പെട്ടെന്ന് അത് വിട്ട് പോകാനും ചാൻസ് കുറവാണ്. ആൾക്കാർ ഇവൻച്വലി ഇത് മറക്കും. ഇപ്പോൾ എന്താ പറയുക, വലിയ ഗുണ്ടാ കേസ് തന്നെ എടുത്തിട്ട് ഒരാൾ 10-20 ഒരു 4-5 പേരെ വെട്ടിക്കൊന്നാലും ഒരു 1-2 വർഷം കഴിയുമ്പോൾ നമ്മളിതെല്ലാം മറക്കും. രാഷ്ട്രീയക്കാരാണെങ്കിൽ അവർ മറപ്പിക്കും, റൈറ്റ്? എന്ത് അഴിമതിയാണെങ്കിലും വേറെ ആരെങ്കിലും കുത്തിപ്പൊക്കാതെ ജനങ്ങൾ മറക്കും. അപ്പോൾ ഇത്രയും സമയം ആയിക്കഴിഞ്ഞപ്പോൾ ഓബ്വിയസ്ലി
ഇയാൾക്കൊരു ഇമേജ് ഉണ്ട് പബ്ലിക്ക് നോക്കി കാണുന്നൊരു രീതി ഉണ്ടാവും, ഒരു ഔട്ട്ലുക്ക് ഉണ്ടാവും ജോർജ് കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടറിന്. പക്ഷേ ഒരു മറന്നു വരേണ്ട സമയമായിട്ടുണ്ട് ഐഡിയലി. എന്നാലും ചില ആൾക്കാരെ പെട്ടെന്ന് വിട്ടുകൊടുക്കില്ല. കേരള പോലീസ് മറ്റേ അയാളുടെ പോലീസുകാരനും വരുൺ പ്രഭാകരൻ്റെ അച്ഛനും അമ്മയ്ക്കും പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ പറ്റുന്ന കേസല്ല. അപ്പോൾ അവരുടേതായ രീതിയിൽ ഫൈറ്റ് ചെയ്യുകയും ചെയ്യും. ഒബ്വിയസ്ലി ദാറ്റ് മേക്ക് സെൻസ്. അത് ശരിയാണ്. ദാറ്റ് ഇസ് വെരി ട്രൂ. നോക്കാം. എനിക്ക് ദൃശ്യം 1 കൂടുതൽ സിമിലർ ആവണമെന്നുണ്ട് സിനിമ. കാരണം ദൃശ്യം 2 മറ്റുള്ളവർ പല മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ദൃശ്യം 1 അത്ര നല്ലൊരു ഫിലിമായിരുന്നു. അത് വെച്ച് കമ്പയർ ചെയ്യാൻ എനിക്ക് പറ്റില്ല ദൃശ്യം 2-നെ. ദൃശ്യം 1 ആ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സ് നമ്മൾ ത്രൂ ഔട്ട് കണ്ടതാണ്. പക്ഷേ ദൃശ്യം 2 എൻഡിൽ എല്ലാം കൂടി ഒരുമിച്ചങ്ങ് പെട്ടെന്ന് ചെയ്ത പോലെ എനിക്ക് തോന്നി. എക്കോയിലും കിഷ്കിൻ്റെ കാണത്തിലും ഒക്കെ നമ്മൾ കുറേ കണക്ഷൻ ഡോട്ട്സ് ഇട്ടിട്ട് ഏറ്റവും അവസാനം ഒരുമിച്ച് കണക്ട് ചെയ്യുമ്പോൾ ആ ഒരു ഫീൽ വരുന്നത്. പക്ഷേ അത് എനിക്ക് ദൃശ്യം 2 കിട്ടിയില്ല ക്ലൈമാക്സിൽ. എന്നാലും നല്ല സിനിമയായിരുന്നു, ഡീസൻറ്റ് ഫിലിമായിരുന്നു. 1 ഞാൻ കമ്പയർ ചെയ്യില്ല. ഞാൻ എൻ്റെ റേറ്റിംഗ് നോക്കുമായിരുന്നു. പക്ഷേ അത് രണ്ടിലും മലയാളം ഫിലിംസ് രണ്ടിലും സെയിം റേറ്റിംഗ് ആണ്. പിന്നെ അജയ് ദേവ്ഗൻ്റെ ദൃശ്യം 3 ആദ്യം ഇറങ്ങുമെന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ അല്ല എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ദൃശ്യം 1 ദൃശ്യം 3 മലയാളം ദൃശ്യം 3 തന്നെ ആദ്യം ഇറങ്ങും. പക്ഷേ മലയാളം തിയേറ്ററിക്കൽ റൈറ്റ്സ് അജയ് ദേവ്ഗൻ മേടിച്ചു ആശീർവാദ് സിനിമാസിൻ്റെത് ഞാൻ കേട്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അത് ആവില്ലായിരിക്കും. ഇല്ല, മലയാളം തന്നെയല്ലേ ട്രെയിലറിൽ ആദ്യം ഇറങ്ങണേ. അപ്പം മേ ബി ഹോപ്പ്ഫുള്ളി അത് ഉടനെ നടക്കില്ലായിരിക്കും. നമുക്ക് നോക്കാം. കമൻറ്റ് സെക്ഷൻ എന്താ പറയണേ? ശരിക്കും നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, അയാൾ നമ്മളെയാണ്. ഞാൻ റിപ്പീറ്റഡായിട്ട് ഈ കമൻറ്റ് കണ്ടതുകൊണ്ട് എനിക്കിപ്പോൾ ആ ഒരു ഹൈപ്പ് കിട്ടണില്ല. ലാലേട്ടൻ്റെ ഡയഹാർഡ് ഫാൻസ് ഹാജർ കഴിഞ്ഞോ? ഇതാണ് ചോദ്യം. കഴിഞ്ഞോ? മലയാള സിനിമയിൽ ഇപ്പോൾ നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. ആട് 3 ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇഷ്ടപ്പെട്ട 100 കോടി ക്ലബ്ബ് കഴിഞ്ഞു. നമ്മുടെ വേറെ ഏതായിരുന്നു? വാഴ 2 അത് പറയാതിരിക്കണേ. 234 കോടി എന്നാണ് ഞാൻ ഇത്തിരി മുമ്പ് നോക്കിയായിരുന്നു. 234 കോടിയായിരുന്നു അതിൻ്റെ കളക്ഷൻ. അറ്റൻഷൻ കിട്ടേണ്ട ഫിലിംസിന് അതിൻ്റെ അറ്റൻഷൻ കിട്ടുന്നുണ്ട്. നല്ലതായിട്ട് ചെയ്ത അക്സെപ്റ്റിങ്. അതിന് ഫാൻഡമോ ബേസോ ഒന്നും ഇല്ല എന്നാണ് വാഴ 2 അവർ തെളിയിച്ചത്. നല്ല സിനിമ അല്ലെങ്കിൽ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാതെ ഇരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇത്രയും ഫാൻഡം വച്ചിട്ട് അവർ നല്ല സിനിമ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ പണിയാം. അത് ആൾക്കാർ നോട്ടീസ് ചെയ്യും. ഇപ്പോൾ പേട്രിയോട്ടൊക്കെ ഇത്ര വലിയ ബഡ്ജറ്റിൽ ചെയ്തിട്ട് 70-80 കോടി കൊണ്ടല്ലേ ആയിട്ടുള്ളൂ. അത്രയല്ല അവർ എക്സ്പെക്റ്റ് ചെയ്തത് ഇതിൻ്റെ ഔട്ട്പുട്ട് വരാൻ വേണ്ടി. ഞാൻ കണ്ടില്ല പേട്രിയോട്ട്, ഞാൻ പറയുകയാണ്. ഒ ജി മോഹൻലാലിനെ കാണാൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്റ്റോറി നല്ലതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജിജു ജോസഫ് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ പൊട്ടിപ്പോയ ഫിലിംസും ഉണ്ട്. അതുകൊണ്ട് എനിക്കറിയത്തില്ല. ലെറ്റ്സ് സീ മാൻ. Let's see if Jidu Joseph has it in his back. We'll see. Hopefully ഫസ്റ്റിനും 2 സെക്കൻഡിനെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലൊരു നല്ല സ്റ്റോറി അവർ എക്സിക്യൂട്ട് ചെയ്യും. പറ്റുമെങ്കിൽ ഞാനിത് OTT കാണാൻ വെയിറ്റ് ചെയ്യില്ല, തിയേറ്ററിൽ തന്നെ പോയി കാണും. ദൃശ്യം 3 അല്ലേ. പിന്നെ എനിക്ക് പബ്ലിക് ഒപ്പീനിയനോട് എടുക്കും. പബ്ലിക് ഒപ്പീനിയൻ നല്ല മോശമാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ വരില്ല. വിജയിക്കും എന്തായാലും വിജയിക്കും. അതുകൊണ്ട് ഞാൻ തിയേറ്ററിൽ തന്നെ പോയി കാണും. That'll be it. Other trailers or movies that you want me to react to, let me know in the comment section below. I'll definitely click on like. See you guys next video. Good night.